Condition for maximum discharge for a given value of specific energy. The specific energy at any section of the channel is given by the equation E equal h plus v square by 2g, where E is the specific energy, h is the depth of the flow, v is the velocity of the flow. So, velocity of flow V equal discharge by area. So, discharge by area B into H. Equation number 1. Substitute the value of V in equation number 1. So, V യുടെ value equation number 1 substitute ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും E equal H plus Q square by 2G B square H square. അടുത്ത സ്റ്റെപ്പിൽ എച്ചിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ ഇ മൈനസ് എച്ച് ഈക്വൽ ക്യൂ സ്ക്വയർ ബൈ 2g b സ്ക്വയർ h സ്ക്വയർ. Therefore, q square equal e minus h into 2g b square h square. q square അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ q square equal e minus h into 2g b square h square. Therefore, q equal root of e minus h 2g b square h square. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ബി സ്ക്വയറിനെ പുറത്തോട്ട് കൊണ്ടുവന്നു. സോ ക്യൂ ഈക്വൽ ബി ഇൻറ്റു റൂട്ട് ഓഫ് ഇ മൈനസ് എച്ച് 2g h സ്ക്വയർ. ഈ ബി സ്ക്വയറിനെ പുറത്തോട്ട് കൊണ്ടുവന്നപ്പം ബാക്കി ക്യൂ ഈക്വൽ ബി ഇൻറ്റു റൂട്ട് ഓഫ് ഇ മൈനസ് എച്ച് 2g h സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ എച്ച് സ്ക്വയറിനെ അകത്തോട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ വി ഗെറ്റ് ബി ഇൻറ്റു റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇ എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ്. So for the maximum discharge cube, the expression EH square minus H cube should be maximum. Therefore, we get d by dh of EH square minus H cube is equal to 0. Which is equal to EH minus 3H square is equal to 0. 2EH is equal to 3H square 3H square. 2E equal 3H and E equal 3 by 2H. So, equal 3 by 2H. Hence, the condition for maximum discharge for a given value of specific energy is that the depth of the flow should be critical. Therefore, E equal 3 by 2 HC, where HC is the critical depth. So we get E equal 3 by 2 HC. So the specific energy is minimum when it is equal to 3 by 2 times the value of the depth of the critical flow. So നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ സ്പെസിഫിക് എനർജി ആണ്. സോ ഒരു സെക്ഷൻ ചാനൽ സെക്ഷന്റെ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2g എന്നാണ്. അതിൽ വി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ബി ഇൻറ്റു എച്ച്. ഈ കിട്ടിയ ബിയുടെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, ദെൻ ഈ എച്ചിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഈ മൈനസ് എച്ച് ഇട്ട് ക്യൂ സ്ക്വയർ ബൈ 2g ബി സ്ക്വയർ എച്ച് സ്ക്വയർ. ദെൻ ക്യൂ സ്ക്വയർ ഈക്വൽ ക്യൂ സ്ക്വയർ അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. ദെൻ ക്യൂ ഈക്വൽ റൂട്ട് ഓഫ് ഇ മൈനസ് എച്ച് 2g ബി സ്ക്വയർ എച്ച് സ്ക്വയർ. ദെൻ ബി സ്ക്വയറിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരിക. Therefore, we get b into root of 2g EH square minus H cube. So, for maximum discharge Q, the expression EH square minus H cube should be maximum. So, d by dHs of EH square minus H cube is equal to 0. Then solve ചെയ്യുമ്പോൾ കിട്ടും E equal 3 by 2 H എന്ന്. So, critical depth in the case ആണ് E equal 3 by 2 HC.
സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ തന്നേക്കുന്നേ, ദ സ്പെസിഫിക് എനർജി ഫോർ 3 meter wide channel is to be 3 kilogram meter per kilogram. What would be the maximum possible discharge? മാക്സിമം ഡിസ്ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്പെസിഫിക് എനർജി നമുക്ക് തന്നിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ദ ചാനലും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഗിവൺ എഴുതാം. വിഡ്ത്ത് ഓഫ് ദ ചാനൽ തന്നിട്ടുണ്ട്. സോ വിഡ്ത്ത് ഓഫ് ദ ചാനൽ ബി ഈക്വൽ 3 meter. സ്പെസിഫിക് എനർജി നമുക്ക് തന്നിട്ടുണ്ട് 3 kilogram meter per kilogram, which is equal to 3 meter. So for the given value of specific energy, the discharge will be maximum when the depth of the flow is critical. So the discharge is maximum when the depth of the flow is critical. So hence from equation for maximum discharge, so we have E equal 3/2 HC. From that HC is equal to H equal 2/3 E. So ഇതിലോട്ട് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. HC equal 2/3 ഇതിലോട്ട് ഈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടും 2/3 ഇൻറ്റു E നമുക്ക് അറിയാം, E equal to 3 meter. So 2/3 into 3 which is equal to 2 meter. So നമുക്ക് HC കിട്ടി 2/2 meter. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് മാക്സിമം ഡിസ്ചാർജ് കാണാനാണ്. സോ മാക്സിമം ഡിസ്ചാർജ് ക്യൂ മാക്സ് ഈക്വൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ ഏരിയ ഈക്വൽ ബി ഇൻറ്റു HC, വെലോസിറ്റി ഈക്വൽ VC. ഓക്കെ, സോ അറ്റ് ക്രിട്ടിക്കൽ ഡെപ്ത് HCയിൽ വെലോസിറ്റി എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആയിരിക്കും. സോ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വിഡ്ത്ത് ബി ഗിവൺ ആണ്, വിച്ച് ഇസ് വിഡ്ത്ത് ബി ഈക്വൽ 3 meter ആൻഡ് ക്രിട്ടിക്കൽ ഡെപ്ത് നമ്മൾ കണ്ടുപിടിച്ചു 2 meter. സോ നമുക്ക് VC അറിയില്ല. VC അപ്പോൾ ആദ്യമേ കണ്ടുപിടിക്കണം. സോ VC ഈക്വൽ √G ഇൻറ്റു HC. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം VC 4.4294 meter per second എന്ന് കിട്ടും. സോ ഇപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. ക്യൂ മാക്സ് ഈക്വൽ ബി ഇൻറ്റു HC ഇൻറ്റു VC. ബി അറിയാം, HC അറിയാം, VC കണ്ടുപിടിച്ചു. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആൻസർ 26.576 meter cube per second. So maximum discharge 26.576 meter cube per second. ഒന്നും കൂടെ പറയാം. The specific energy for 3 meter wide channel is to be 3 kilogram meter per kilogram. What would be the maximum possible discharge? 3 meter wide channel ആണ്. സ്പെസിഫിക് എനർജി 3 kilogram meter per kg ആണ് തന്നിരിക്കുന്നത്. സോ മാക്സിമം ഡിസ്ചാർജ് ക്യൂ മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഗിവൺ ഡേറ്റാസ് എഴുതുക. സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ 3/2 HC അറിയാം. അതിൽ HC കണ്ടുപിടിക്കാൻ വേണ്ടി 2/3 E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടും 2 meter എന്ന്. സോ മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുവാണെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ബി ഇൻറ്റു HC ഇൻറ്റു VC. സോ ബിയും HC അറിയാം, VC അറിയില്ല. സോ VC ഇക്വേഷൻ √G ഇൻറ്റു HC. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും 4.4294 meter per second. Therefore ക്യൂമാക്സിലോട്ട് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 26.576 meter cube per second. That's a Qmax, maximum discharge. Alternate depths. സോ ഈ ഫിഗർ എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജി കർവ് ആണ്. ഓക്കെ, ഇതിലെ എക്സ് ആക്സിസ് എന്ന് പറയുന്ന സ്പെസിഫിക് എനർജി ഇ, വൈ ആക്സിസ് ഡിനോട്ട് ചെയ്യുന്ന ഡെപ്ത് എച്ച് ആണ്. ഇനി ഇതിലെ ഈ മിനിമം മിനിമം സ്പെസിഫിക് എനർജി, ഈ മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലെ ഡെപ്ത്
ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഈ മിനിമം അല്ലെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലെ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. So for any other values of specific energy, there are two depths, H2 and H1. Okay. One is greater than the critical depth. One is greater than the critical depth denoted by H2. And other is smaller than the critical depth, H1. So, other two depths ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും, വേറൊന്നെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിലും സ്മോളർ ആയിരിക്കും. ഈ രണ്ട് ഡെപ്സിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡെപ്സ് എന്ന് പറയുന്നത്. സോ ഈ മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിന്റെ ഡെപ്ത് ആണ് ക്രിട്ടിക്കൽ ഡെപ്ത്. സോ ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലാതെ രണ്ട് ഡെപ്സുകളുണ്ട്. ഒന്ന് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഡെപ്ത്, അടുത്ത ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിലും സ്മോളർ ആയിട്ടുള്ള ഡെപ്ത്. ഇതിനെയാണ് ഓൾട്ടർനേറ്റ് ഡെപ്സ് എന്ന് പറയുന്നത്.